ഹലോ, എല്ലാവരും എന്താ പറയുക, സുഖമാണോ? ഇതിപ്പോൾ ഞങ്ങൾ ഷോപ്പിൽ പോകുന്നതാണ്. ബസ്സിലാണ് പോകുന്നത്. ഒരു വൈകുന്നേരം 3 മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ. ഓക്കെ, ഞങ്ങളെക്കാളും ത്രില്ല് വിളിക്കാണ് പോകുന്നതിന്. ഭയങ്കര സന്തോഷമാണ്. യാത്ര പോവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഷോപ്പിൽ പോവാണ്. അവിടെ എത്തുമ്പോഴേക്കും ആൾ ഉറങ്ങി കേട്ടോ, ബസ്സിലിരുന്ന് ഉറങ്ങി. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, ആ സമയമാകുമ്പോഴേക്കും വേഗം ചാടി എഴുന്നേറ്റ്. അപ്പം ഞങ്ങളങ്ങോട്ട് നടക്കും. ഷോപ്പിലേക്ക് ഒന്നും വാങ്ങിക്കാനായിട്ടൊന്നുമല്ല പോകുന്നത്. മേമയുടെ മോൻ, അവൻ കണ്ടില്ലേ, അവൻ വന്നപ്പോൾ ഒന്ന് വെറുതെ അവനെയും കൊണ്ട് ഷോപ്പിലേക്ക് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ കഴിക്കണം, അല്ലാതെ വേറൊന്നുമില്ല. അവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് നടക്കണം, എനിക്ക് പോകണം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ അവിടെ കാറിനും പിന്നെ പാർക്കിലൊക്കെ കയറി കളിക്കാൻ പോകും. അപ്പം അതുകൊണ്ടാണ് വലിയ സന്തോഷത്തിൽ. കണ്ടോ, ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു ആൾക്ക്. പക്ഷെ ഞങ്ങൾ ഷോപ്പിലെത്തിയപ്പോൾ പണ്ടത്തെ അത്ര തിരക്കില്ല, അത്യാവശ്യം ആൾക്കാർ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ പോയ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല, അധികം ആരും ഉണ്ടായിരുന്നില്ല. മാക്സിലും സ്റ്റുഡിയോയിലൊക്കെ സെയിൽ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ മാക്സിലാണ് കയറിയത്. വെറുതെ കയറിയതാണ് കേട്ടോ, ഒന്നും വാങ്ങിക്കാനൊന്നുമില്ല. എല്ലാം ഒന്നിങ്ങനെ തന്നെ നോക്കും. എല്ലാം നോക്കിയിട്ട് വെറുതെ, ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ 399 അങ്ങനെ എന്തായിരുന്നു അതിൻ്റെ റേറ്റ് എന്ന് തോന്നുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളുടെ സെക്ഷനിൽ പോയി. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഓരോ ഡ്രസ്സ് കാണുമ്പോൾ അത് ഇട്ട് നോക്കുമായിരുന്നു. ഇത് വേണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല അവിടെ നിന്ന്. നേരെ എന്നിട്ട് കാർ റൈഡിങ്ങിന് പോയി. അതിൽ ആദ്യം ആള് കയറാറുള്ളത്, നമ്മൾ പോകുന്ന സമയത്ത് കയറാറുള്ളത്. പക്ഷെ ആദ്യം കയറിയിരുന്നപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു ആൾ. പോയി, അത് 5 മിനിറ്റിന് 100 രൂപ അങ്ങനെ എന്താ കേട്ടോ. അപ്പോൾ നമ്മൾ കയറി ഒരു 2 റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും ആളുടെ പന്തി മാറി തുടങ്ങി. അപ്പോഴേക്കും പിന്നെ അച്ചു കൂടെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് നല്ല പേടിയായി തുടങ്ങി. കണ്ടോ, മുഖം നോക്കി. പിന്നെ കരഞ്ഞു തുടങ്ങി, ഭയങ്കര കരച്ചിലായിരുന്നു. ഏറ്റവും അവസാനം നമ്മൾ 5 മിനിറ്റ് ഒന്നും ഓടിക്കാൻ നിന്നില്ല, വേഗം തന്നെ ഇറക്കി. 100 രൂപ പോയത്. പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുവാണ്. അപ്പോൾ ആളെ വിളിച്ചിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. ഏതാണ്ട് ഞാൻ നിർബന്ധിച്ച് അവളെ വണ്ടിയിൽ കയറ്റിയ പോലെ ആയിരുന്നു. അതുകൊണ്ട് ഒട്ടും മൈൻഡ് ചെയ്യാണ്ട് ഇവിടെ നടക്കുമായിരുന്നു പണങ്ങിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡൊമിനോസിൽ പോയി. ഫുഡ് കോർട്ടിൽ പോയിട്ട് ഡൊമിനോസിൽ നിന്ന് ഒരു ചീസ് ചിക്കൻ ഓർഡർ ചെയ്തു. അത് കഴിക്കാനായിട്ടാണ് പോയത്. പിന്നെ ഒരു 3 ലൈമും വാങ്ങിച്ചു. കിട്ടുന്നുണ്ടോ കുട്ടിക്ക്? ഇത് വെറുതെയാണ് കേട്ടോ കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഉള്ളിലേക്ക് വലിക്കല്ല ചെയ്യുന്ന ആൾ, അവിടെ പുറത്തേക്ക് ഊതുക ചെയ്യുന്നത്. കിട്ടുന്നൊന്നുമില്ല. നമ്മൾ ചോദിച്ചപ്പോൾ വലിയ കാര്യത്തിൽ കിട്ടുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. സോറി, പട്ടിയുണ്ട് അവിടെ. അതിനിടയിൽ ഇവിടെ അടുത്തുള്ള പട്ടി കുറച്ച്, അതാണ് കേട്ടോ ശബ്ദം കേട്ട്. പിന്നെ നമ്മൾ ചീസ് ചിക്കൻ കഴിച്ചു. ഇത് 2 തരത്തിലുണ്ട്, വിത്ത് റൈസും വിത്തൗട്ട് റൈസും ഉണ്ട്. 189 റുപ്പീസ് അങ്ങോട്ടാണുള്ളത് ഇതിന്. പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റ്, കുഴപ്പമില്ല. നമ്മൾ അത്രയും നല്ലതെന്നൊന്നും പറഞ്ഞ് ഹൈപ്പ് കൊടുക്കാനൊന്നുമില്ല. പക്ഷെ ഒരു ഓക്കെ പ്രൊഡക്റ്റാണ്. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അച്ചുവിന് ഇഷ്ടമായില്ല. പിന്നെ നമ്മൾ ഒന്നേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. കഴിച്ചു നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചാൽ മതിയല്ലോ. നമുക്ക് വേറൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഒരു ബോബ ടീ കുടിച്ചു. പിന്നെ ഇത് സ്റ്റുഡിയോയിൽ, അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റുഡിയോ പോയി. വെറുതെ ഒന്നും എടുക്കാനൊന്നും പോയതില്ല, വെറുതെ നോക്കാനായിട്ട് പോയതാണ്. ഇത് കണ്ടോ, അതിനിടയിൽ ഓടിക്കളിക്കുകയാണ്, ഒളിച്ച് നിൽക്കുകയാണ്. ചേട്ടൻ്റെ ബോൾ കൂടിയിട്ട് ഓടിക്കളിച്ചിട്ട്. ഇതിനൊക്കെ നല്ല പ്രൈസ് കുറവായിരുന്നു കേട്ടോ, അത്ര അധികമൊന്നും ഉണ്ടായിരുന്നില്ല.
പക്ഷെ നമ്മൾ പറയില്ലേ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പുറത്ത് സമയം പോകുന്നത് അറിയില്ല. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പാർക്ക് ഇതിൽ കണ്ട കുട്ടികളുടെ കിഡ്സ് സെക്ഷൻ ഉണ്ട്, അവിടെ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടായിരുന്നു വാശി. നല്ല കരച്ചിലായിരുന്നു അവിടെ പോകണമെന്ന് പറഞ്ഞിട്ട്. അവസാനം നമ്മൾ കൊണ്ടുപോയി. കടാ അതിന് വേണ്ടി കറന്നതാ. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അവിടുത്തെ വീഡിയോസ് ഇല്ല എൻ്റെ കയ്യിൽ. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ ബസ്സിലാണല്ലോ നമ്മൾ വന്നത്. ഇപ്പോൾ തിരിച്ച് ബസ്സിന് പോകാൻ പറ്റില്ല, കാരണം ആ ടൈമിൽ ബസ്സില്ല അങ്ങോട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഓട്ടോ വിളിച്ച് ഓട്ടോയിൽ പോയി. ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ എല്ലാവരും കൂടെ വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ ഒരു ദിവസം നന്നായി ചിലവഴിച്ചു.